എൻ്റെ പേര് ജിൻസി. ഞാൻ എൻ്റെ ചേച്ചി ബിൻസിയുടെ സാക്ഷ്യം പറയുന്നതാണ്. ചേച്ചിക്ക് 12 വർഷമായിട്ട് വേരിക്കോസ് വെയിൻ്റെ കാലിൽ മുറിവുണ്ടായിരുന്നു. ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ അത് പൂർണ്ണ സൗഖ്യം കിട്ടി. വേരിക്കോസ് വെയിന് പല ആശുപത്രികളിൽ കയറി ഇറങ്ങി ചികിത്സിച്ചെങ്കിലും സ്കിന്ന് വരും പോകും, അങ്ങനെ മുറിവ് കൂടാത്ത ഒരു മുറിവുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇംഗ്ലീഷ് മരുന്ന് നിർത്തി ആയുർവേദത്തിലേക്ക് പോവുകയും ആയുർവേദം ചെയ്തുകൊണ്ടിരുന്നു. അതും ഫലമില്ലാതെ വന്നു. പിന്നീട് ഞങ്ങളിങ്ങനെ ആശുപത്രി പോകുന്ന വഴി ഞങ്ങൾക്ക് മാതാവിൻ്റെ പത്രം ലഭിക്കുകയുണ്ടായി. ആ പത്രം വെച്ച് ഞാൻ പറഞ്ഞു, ചേച്ചി നമുക്ക് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കാം, ചേച്ചിയുടെ ഈ രോഗം പൂർണ്ണമായി മാറും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തു. ആ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ചേച്ചി ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് പ്ലാസ്റ്റിക് സർജറി ചെയ്തു. പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ട് ഉടമ്പടി എടുത്ത്. പ്ലാസ്റ്റിക് സർജറി നേരത്തെ ചെയ്തിരുന്നതാണോ? ചെയ്തിരുന്നു. എന്നിട്ട് മാറിയായിരുന്നു? ഇല്ല, അത് മാറിയില്ല. അങ്ങനെ ഞങ്ങളിവിടെ കൃപാസനത്തെക്കുറിച്ച് അറിയുകയും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു. ഉടമ്പടി എടുത്ത് നേർച്ച വസ്തുവായ ഉപ്പിട്ട് കാല് കഴുകി ആ മുറിവ് കഴുകുകയും ആ നേർച്ച വസ്തുവായ തൈലം ഉപയോഗിച്ച് മുറിവിൽ പുരട്ടുകയും ചെയ്തു. അങ്ങനെ ആ മുറിവ് പൂർണ്ണമായിട്ട് സൗഖ്യം വന്നു. മുറിവിൻ്റെ ഒരു ഫോട്ടോ ചേച്ചിയുടെ കയ്യിലുണ്ട്. കഴിയാത്ത മുറിപ്പ് ചേച്ചിക്ക് കാല് പൂർണ്ണമായിട്ട് 2 കാലിനും പൂർണ്ണമായ സൗഖ്യം വന്നു. 10 വർഷമായിട്ട് ചേച്ചിക്ക് സോഡിയം താഴ്ന്ന അസുഖം ഉണ്ടായിരുന്നു. സോഡിയം താഴ്ന്ന് ബോധമില്ലാതെ കിടക്കും മണിക്കൂറുകളോളം. ഈ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി വസ്തു ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പം ഈ 1 വർഷമായിട്ട് കാലിന് ഒരു കുഴപ്പമില്ല, സോഡിയം താഴ്ന്നുമില്ല. അങ്ങനെ പരിശുദ്ധ അമ്മ പൂർണ്ണ സൗഖ്യം നൽകുന്നു. പിന്നെ ഞങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് എല്ലാ മാസവും വന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് പോകും. ആ പത്രം ഞങ്ങൾ പ്രാർത്ഥിച്ച് മെഡിക്കൽ കോളേജിൽ കൊടുക്കുകയും ചോറുണ്ടാക്കി രോഗികൾക്ക് കൊണ്ട് കൊടുക്കുകയും ചെയ്യും. ഞങ്ങളാൽ കഴിയുന്ന ഒരു തുക അവർക്ക് കൊടുക്കുകയും ചെയ്യും. ചേച്ചി അവിടെ കുടമാളൂരുള്ള വൃദ്ധസദനങ്ങളിൽ പോയി രോഗികളെ കാണുകയും അവരെ സഹായിക്കുകയും ചെയ്യും. എല്ലാ ഞായറാഴ്ചയും ആരാധന മുടക്കാതെ കൂടും. 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും, വിശുദ്ധ കുർബാന കൈക്കൊള്ളും. പിന്നെ ബൈബിൾ വായന അരമണിക്കൂറിന് അല്ല, അതിൽ കൂടുതൽ സമയം ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ഞങ്ങൾ മൂലം ആശുപത്രിയിൽ നിന്നും ചേച്ചി ആശുപത്രിയിൽ കിടന്ന സമയത്ത് പലരോടും ഇവിടുത്തെ അനുഗ്രഹങ്ങൾ പറയുകയും 3-4 പേര് അന്നേരം തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. പിന്നെ ചേച്ചി അവിടെ കിടന്നപ്പോൾ ഒരു അമ്മയ്ക്ക് കൂട്ടുനിന്ന ഒരു കുഞ്ഞ് പഠിക്കുന്നവളായിരുന്നു. അവൾക്ക് വിദേശത്ത് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അവളിവിടെ വന്ന് ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ച് അവൾക്ക് നമ്മുടെ നാട്ടിൽ തന്നെ 40,000-ന് മുകളിൽ സാലറിയുള്ളൊരു ജോലിയും കിട്ടി. ഇത്രയേറെ അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എങ്ങനെയാണ് ദൈവിക പദ്ധതികൾ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ നിറവേറുന്നത് എന്നുള്ളതാണ്. ബലഹീനതയിലാണ് ദൈവശക്തി പ്രകടമാകുക എന്നുള്ളതാണ് നമുക്ക് ഓരോ സാക്ഷ്യത്തിലും കാണുവാൻ കഴിയുക. തൻ്റെ സഹോദരിക്ക് 12 വർഷത്തോളമായിട്ട് വേരിക്കോസിൻ്റെ അസുഖമുണ്ട്. ഒത്തിരിയേറെ ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുന്നു, പ്ലാസ്റ്റിക് സർജറി വരെയും ചെയ്തു. എന്നാൽ സ്കിന്ന് അവിടെ പിടിച്ചിരുന്നില്ല. ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ 1 വർഷമായിട്ട് ആ വ്രണവുമില്ല, അവിടെ ആ സ്കിന്നെല്ലാം ഫില്ലായി. യാതൊരു രീതിയിലുള്ള മെഡിസിന് വീണ്ടും ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല എന്ന് നാം കേട്ടു. അതോടൊപ്പം തന്നെ മറ്റ് അസുഖങ്ങൾ, അതായത് സോഡിയത്തിൻ്റെ അളവ് താഴുന്നത്, അതുപോലെ മറ്റ് പല രീതിയിലുള്ള അസ്വസ്ഥതകൾ, അതെല്ലാം ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ പരിഹരിക്കപ്പെട്ടു. ഇപ്പോൾ യാതൊരു മെഡിസിനും എടുക്കുന്നില്ല എന്നാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തിൻ്റെ കരത്തിൻ കീഴിൽ നാം താഴ്മയോടെ ആയിരുന്നാൽ തക്ക സമയത്ത് അവിടുന്ന് നമ്മെ ഉയർത്തും. ഉചിതമായ സമയമാണ് നമുക്ക് കിട്ടിയിരിക്കുക. ഉടമ്പടിയുടെ ജീവിതം നയിച്ച് ദൈവകൃപകൾക്ക് നന്ദി പറയുന്നവരാകാം. ഉടമ്പടി ജീവിതം ഏറ്റവും വിശ്വസ്തവും സത്യസന്ധവുമായിട്ട് നാം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന അനുഭവങ്ങൾക്കായി നമുക്കും കാതോർക്കാം. കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.